റൈസിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് ബിരിയാണിയാണ്. പിന്നെ ഉമ്മ തട്ടിക്കൂട്ടാണെങ്കിലും ഈ ഒരു റൈസ് ഉണ്ടാക്കി തരുത്ത് തുടങ്ങിയപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇത് മാറി. ഇത് ഉണ്ടാക്കാനായിട്ട് ബിരിയാണി പോട്ട് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് ഓയിൽ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു കളർ. തിന്നായി എരിഞ്ഞിട്ടുള്ള സവാള ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഓവറായിട്ട് വയന്നവരൊന്നും വേണ്ട. ജസ്റ്റ് വാടി വന്നിട്ടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും കൂടി ചേർത്തിട്ട് അതും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ചേർത്തിട്ട് പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ ഹാഫ് കുക്ക് ആകുമ്പോൾ അതിലേക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. കഴുകി ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള അരി കൂടി ചേർത്തിട്ട് നല്ലോണം എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടാകുമ്പോൾ റൈസ് എല്ലാം മിക്സ് ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് സ്ലോ കുക്ക് ചെയ്തെടുത്താൽ റൈസ് റെഡി ആയിട്ടുണ്ട്. മെഷർമെന്റ്സ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കണ്ട.